ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. എന്നും ഡേ ഇൻ മൈ ലൈഫാണ് ഇടുന്നത്. നിങ്ങൾക്ക് കണ്ടു ബോറടിക്കും എനിക്കറിയാം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ രാവിലത്തെ കാര്യങ്ങളൊക്കെ എടുക്കാൻ നല്ല രീതിക്ക് മറന്നിട്ടുണ്ട്. എടുക്കണം വിചാരിച്ചെടുത്തതല്ല. അപ്പോൾ ഇനി ഏതായാലും വലിയ ടൈമൊന്നും ആയില്ലല്ലോ അങ്ങനെ എടുക്കാൻ വെച്ചു. അപ്പോൾ രാവിലെ ഞാൻ ഇന്നത്തെ പോലെ എൻ്റെ മേലക്കിലൊക്കെ കഴിഞ്ഞ് തിരുമ്പി ചിക്കിടാൻ വേണ്ടി പോയതേനി. അതാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. അപ്പം മീനിനെയും കണ്ട് മീനിന് ഫുഡ് ഇട്ടൊക്കെ എടുത്തു നേരെ അടുക്കളയിലേക്ക് വരിക കേട്ടോ. അടുക്കളയിലാണെങ്കിൽ എന്താണ് ചോറാവുന്നുണ്ട്, കറി ആവുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ വിറക് തീർന്നപ്പോൾ ഞാൻ വിറകെടുക്കാൻ പോയിന് കേട്ടോ. വിറകെടുക്കാൻ പോയപ്പം കിട്ടിയതാട്ടോ ഇത്. എന്താ പറയുക, നമ്മളെ ബദാമില്ലേ, ഇതൊക്കെ നൊസ്റ്റോ. ഇത് ബദാമാണ്. നമ്മളെ എന്താ പറയുക, അച്ഛൻ കുഴിച്ചിട്ടെടുത്താൽ. ഞാൻ എൻ്റെ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബദാം മരത്തിനെ കുറിച്ചിട്ട്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ്. എനിക്ക് 2 കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് എടുത്തു കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചതാണ്. നമ്മൾ നേഴ്സറീൻ്റെ മുന്നിൽ തന്നെ. ഇനി മോൾട്ടിട്ട് ഈ ഉടുപ്പ് ഞാൻ അടിച്ച് നോക്കി, എൻ്റെ പരീക്ഷണ വസ്തുവാണ്. അങ്ങനെ നന്നായിട്ടുണ്ട്. പക്ഷേ അവൾക്ക് കയ്യിൻ്റെ അവിടെ കുറച്ച് ടൈറ്റാണ്. അങ്ങനെ അടിച്ച് വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോന്നായി അടിച്ച് വരും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പണിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇങ്ങനെ തുടർന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ കാബേജ് തോരനാണ് വെക്കുന്നത്. കാബേജ് തോരനിലേക്ക് എന്താ പറയുക, തേങ്ങയും പച്ചമുളകും കൂടി ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇടുന്നുണ്ട്. അത് നല്ല അരച്ചിടൂല കേട്ടോ. അപ്പോൾ ഇടൂല, ഒന്ന് ചെറുങ്ങനെ ഒന്ന് അരച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ പിന്നെ ആ തേങ്ങ വെന്ത് കഴിഞ്ഞാൽ പിന്നെ അത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയൊക്കെ ചെയ്യുന്നത്. പിന്നെ കറി വെക്കാനുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കറി ഉണ്ട്. പിന്നെ മമ്പയറും നമ്മൾ ഇതില്ലേ എന്താ പച്ചക്കായ, അതും കൂടിയായിട്ടുള്ളൊരു ചെറിയൊരു കറി കേട്ടോ. വലിയ കറി എന്ന് പറഞ്ഞാൽ നമ്മളെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ, ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചവർക്കറിയാം, എന്താ പറയുക, മമ്പയറും പച്ചക്കായൊക്കെ വെച്ചിട്ട് ഓരുണ്ടാക്കി തരണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ സ്കൂളിൽ കിട്ടുന്ന അത്. അതുപോലെ കടലയും മമ്പയറും കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് മാത്രം ഉപ്പിട്ട് വേവിക്കുന്നതാണ്. പിന്നെ അതിലേക്ക് എന്താ പറയുക, ഇതില്ലേ ഉണക്കമുളകും കടുകും അതും പൊട്ടിച്ചിടും. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എനിക്കും ഇഷ്ടമാണ്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, ഞങ്ങൾ കഴിക്കും. അപ്പോൾ ഞാൻ അതും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കോഴിക്കറിയാണ്. പൊരിക്കാൻ നമുക്ക് ചെമ്മിയാട്ടോ കിട്ടിയത്. പിന്നെ വേറെ മീനുണ്ട്, പക്ഷേ അതെടുത്തില്ലേ, നമ്മൾ മോൾട്ടി ഉള്ളതല്ല, ഓൾക്ക് ചെമ്മി ഇഷ്ടമാവും. അപ്പോൾ ഞാൻ ചെമ്മി എടുത്തേക്കണ്ട. വലിയ ചെമ്മിയാണ്, തലയോട് കൂടി തന്നെയാണ് പൊരിക്കുന്നത്. തലയാണ് ചെമ്മീൻ്റെ ടേസ്റ്റ്. പക്ഷെ ചിലവർക്ക് പിടിക്കൂല. അങ്ങനെ പണീൻ്റെ അടുത്ത്. പിന്നെ കോഴിമുട്ട ഉണ്ട്, ഏട്ടൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കോഴിമുട്ട അടിച്ച് വെക്കാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ മമ്പയർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാട്ടോ. ഞാൻ നേരത്തേയിൽ കാണിച്ചതിലുണ്ട് മമ്പയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെമ്മിയൊക്കെ പൊരിച്ച് കഴിഞ്ഞിട്ട് വേണം കോഴിമുട്ട എടുത്തതാക്കാൻ. പിന്നെ പച്ചക്കായ അരിഞ്ഞ് വെക്കുകയാണ്. നമ്മുടെ ചോറാവുന്നുണ്ട് അടുപ്പത്ത് വെച്ചിട്ട്. നമ്മൾ ഉണ്ടരിയാട്ടോ. അപ്പോൾ അതാകുമ്പോൾ ഏറിപ്പോയ ഒരു 2 മണിക്കൂർ എന്തായാലും വേണ്ടി വരും. അടുപ്പത്താണ് ചോറും കറിയും വെക്കാറ്. ബാക്കിയൊക്കെ നമ്മൾ ഗ്യാസ് മേലാട്ടോ വെക്കുക. മീൻ കറി ആണെങ്കിൽ അടുപ്പത്ത് വെക്കും. ചിക്കനും പച്ചക്കറിയൊക്കെ ആണെങ്കിൽ നമ്മൾ നേരെ ഗ്യാസ് മേലേക്കാട്ടോ പോവുക. അപ്പോൾ ഇന്ന് ചിക്കൻ കറിയേനി. ചിക്കൻ കറി ഇപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതെടുത്ത് വെച്ചതിൻ്റെ ശേഷം പിന്നെ നമ്മൾ മമ്പയറും പച്ചക്കായും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോണേ. അതിലേക്ക് അത് കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഒരു മമ്പയർ ഞാൻ വെള്ളത്തിലിട്ടതിനോണ്ട് ഒരു 2-3-4 വിസിലിനുള്ളിൽ അത് വേവും. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മമ്പയർ കറി ഇവിടെ ആവാൻ പോവാണ്. കറി എന്ന് പറയാൻ പറ്റില്ല, കുറച്ചുണ്ടാവുള്ളൂ. അതിൻ്റെ ഇടയിൽ മീൻ പൊരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ കാണിച്ചാൽ ഏത് പരിവായിരിക്കുന്നു കണ്ടോ, ഇങ്ങനെയാണ്. പിന്നെ 2 പച്ചമുളകും കീറിയിടുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പച്ചമുളകിൻ്റെ എരിവാണ്. നമ്മൾ മുളകും പൊടി ഒന്ന് പേരിന് മാത്രം ഇടണുള്ളൂ. നമ്മൾ ചെമ്മി ഇവിടെ പൊരിച്ച് ഏകദേശം കഴിഞ്ഞൊടുങ്ങിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇനി ചോറ് തിന്നാൻ വേണ്ടി പോവാട്ടോ. അപ്പം ഇന്ന് ചോറിന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട, തൈര്, മുട്ട പൊരിച്ചത്, നമ്മൾ മമ്പയർ കറി ആയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ കുറച്ച് വെള്ളം വെക്കും ഞാൻ. പിന്നെ കാന്താരി മുളക് ഉണ്ട് കേട്ടോ, അടിപൊളി കേട്ടോ കാന്താരി മുളക്. ഉപ്പിലിട്ട് വെച്ച്. പിന്നെ പപ്പടം ഉണ്ട്, ഉപ്പേരി ഉണ്ട്, ചിക്കൻ കറി അതന്നെ, മീൻ കറി ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ മോൾട്ടിക്ക് ചോറിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചോറിട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് ചെമ്മി, മുട്ട പൊരിച്ചത്, തൈര്, ഓൾക്ക് വേണ്ടത് മാത്രം എടുക്കുകയുള്ളൂ കേട്ടോ, എല്ലാത്തൊന്നും എടുക്കൂല. പിന്നെ ചിക്കൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കും. മമ്പയറൊന്നും ഓൾ കൂട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അതൊന്നും ഓൾ പച്ചക്കറികളൊന്നും ഓൾ കൂട്ടയില്ല. മീൻ കറി അങ്ങനെ കൂട്ടയില്ല. പക്ഷെ ചിക്കനൊക്കെ കൂട്ടും കേട്ടോ, ചിക്കനൊക്കെ. പിന്നെ
അമ്മ വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഓൾക്ക് ചോറെടുത്ത് കൊടുത്തിട്ട് പിന്നെ ഓൾ കേക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏട്ടനെ കൊണ്ട് ഉച്ചയ്ക്ക് ഏട്ടൻ വരുമ്പോൾ സാധനമൊക്കെ കൊണ്ടുവരിപ്പിച്ച്. പക്ഷെ ഞങ്ങളെ കേക്ക് വൻ ഫ്ലോപ്പായിരുന്നു, ഒന്നും പറയാനില്ല. അപ്പോൾ കേക്കിന് വേണ്ടിയിട്ട് ഞാൻ എന്താ പറയുക, ആദ്യം കോഴിമുട്ടയും ഇതൊക്കെ അടിച്ച് സെറ്റാക്കി എടുക്കുകയാണ്. പക്ഷെ അത് ഭയങ്കര ഫ്ലോപ്പായിപ്പോയി, ഭയങ്കര സങ്കടമായിപ്പോയി. എന്തോ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കേക്ക് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അത് ഉണ്ടാക്കി ഫ്ലോപ്പായപ്പോൾ തന്നെ എനിക്ക് ആകെ ചടച്ചു. ഞാൻ അതിൻ്റെ മുന്നേ 2-3-4 വട്ടം ഉണ്ടാക്കി, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിച്ചതാണ്. പക്ഷേ ഇതിപ്പോൾ എന്തേ പറ്റിയൊക്കെ ഓർമ്മയില്ല. കാരണം വീഡിയോ കുറച്ച് കാലം മുന്നെടുത്ത വീഡിയോ ആണ്, കഴിഞ്ഞ കൊല്ലം എടുത്ത വീഡിയോ ഒറ്റ തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. കേക്ക് ഏകദേശം ഫ്ലോപ്പായിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ബാറ്റർ ഉണ്ടാക്കട്ടെ, ഞാൻ വെറുതെ വീഡിയോ എടുത്തിട്ടുണ്ട് കൂടെ എന്നുള്ളൂ. പക്ഷെ കേക്ക് ഭയങ്കര ഫ്ലോപ്പായി പോയി. വാനില എസൻസ് ആട്ടോ പൊയ്ക്കണത്. മുട്ട അടിച്ചെടുത്തതിൻ്റെ ശേഷം ചിലവർ ഈ മുട്ടൻ്റെ മഞ്ഞ കൂട്ടും, ചിലവർ മുട്ടൻ്റെ മഞ്ഞ കൂട്ടില്ല. ഞാൻ കൂട്ടും, എനിക്കിഷ്ടമാണ്. പിന്നെ അതിലേക്ക് കുറച്ച് ഓയിലും ഇട്ട് കൊടുത്തിട്ട് പിന്നെ അടിക്കുന്നുണ്ട് നല്ലതുപോലെ. അതിൻ്റെ ഇടയിൽ തീ കാണുന്നുണ്ട്, ഒരു വർഷം വെച്ചിട്ടുണ്ട്, ഇടയ്ക്ക് ഞങ്ങൾക്ക് തീ വെച്ച് അങ്ങനെ രണ്ടും കൂടിയാണ്. അപ്പോൾ ഈ കാണുന്ന പരിപാടി നമ്മൾ അടുക്കള, അത് നമ്മൾ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ തുടച്ച് വെച്ചതാണ്. പിന്നെ നമ്മൾ കേക്കിൻ്റെ പണിയായപ്പോഴത്തേന് ഇങ്ങനെ ആയിപ്പോയി, ഒന്നും തോന്നരുത് ഗായ്സ്. അങ്ങനെ ഓളിവിടെ കോക്രോച്ചാണോ കോക്രോച്ച് തന്നെ തോന്നുന്നു, ഈ ഹോഗിയാണോ എന്താണെന്നറിയില്ല. അങ്ങനെ കേക്ക് ഫ്ലോപ്പായപ്പോഴേക്ക് ചടച്ച്. പിന്നെ ഞാൻ എൻ്റെ പാത്രമൊക്കെ കഴുകി രാത്രി പിന്നെ ഓൾ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രിയായപ്പോൾ ഞാനൊരു പഴവും ചായയൊക്കെ കുടിച്ച് ചോറൊക്കെ തിന്ന് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഞങ്ങൾ സീരിയൽ കാണുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ടാറ്റാ.